മാം നോക്കൂ, ഇത്തവണ അതികഠിനമായ ചൂടാണ്. പാലക്കാടൊക്കെ 40 ഡിഗ്രിയിലധികം ചൂട് അല്ലെങ്കിൽ താപനില ഉയരുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ ഇത്രയധികം ചൂട് കൂടുന്നത്? അത് ഇനി എത്ര ദിവസത്തോളം കൂടി നമ്മൾ സഹിക്കേണ്ടി വരും? പാലക്കാടാണ് ഇതുവരെയും റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ താപനില 40.1 ഏപ്രിൽ 10-ാം തീയതി രേഖപ്പെടുത്തിയത്. ഇന്നലെ 40 ഡിഗ്രിയും രേഖപ്പെടുത്തി. ഇപ്പോൾ ഇത് നമ്മൾ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത കൂടിയായിട്ട് കണക്കാക്കണം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഏറ്റവും കടുപ്പമേറിയ രശ്മികൾ നേരിട്ട് കേരളത്തിൽ പതിക്കുന്ന ഒരു സമയമാണ്. സാധാരണഗതിയിൽ ഈ ഒരു സമയത്ത് നമുക്ക് വേനൽ മഴ കൃത്യമായിട്ട് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ താപനിലയിലൊരു അധികം ഉയർച്ച ഉണ്ടാവാതെ നമ്മളത് അറിയാതെ പോവുകയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഈ വർഷം നമുക്ക് വേനൽ മഴയിൽ ഗണ്യമായ കുറവുണ്ട്. മഴയുടെ അളവ്, മഴ പെയ്ത ദിവസങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ട്. അതുപോലെ മഴ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളുടെ എണ്ണത്തിലും വളരെ കുറവുണ്ട്. അപ്പോൾ ഈ പെയ്യുന്ന മഴ ഇപ്പോൾ ഈ ഉയരുന്ന ചൂടിനെ തടഞ്ഞു നിർത്താനും വേണ്ടി അത്രയും അധികം മഴ പെയ്യുന്നില്ല. അല്ലെങ്കിൽ രാവിലെ ദിവസങ്ങളിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ അതിന് ആകാശത്ത് മേഘത്തിൻ്റെ ഒരു സാന്നിധ്യം, മേഘങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ക്ലിയർ സ്കൈ കണ്ടീഷൻസാണ് മിക്കവാറും ദിവസം പകൽ മുഴുവനും അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് ഇടതടവില്ലാതെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താനായിട്ടത് ഒരു കാരണമാകുന്നു. അതുകൊണ്ട് അതും തുടർച്ചയായ ദിവസങ്ങളാവുന്നതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുതലായി തന്നെ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പകൽ താപനില എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ മിനിമം ടെമ്പറേച്ചർ സാധാരണഗതിയിൽ കുറച്ച് കുറവായിട്ടൊരു ആശ്വാസം തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് നമ്മുടെ മിനിമം ടെമ്പറേച്ചറും ശരാശരിയിൽ കൂടുതലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദിവസം മുഴുവനും നമുക്കൊരു ഉയർന്ന താപനിലയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതൊരു നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ഒരു 3 മുതൽ 5 കിലോമീറ്റർ ഉയരത്തിലുള്ളൊരു വായു പ്രവാഹത്തിൻ്റെ ഒരു ഗതി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആൻറ്റി സൈക്ലോൺ എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ ഒരു പ്രതിചക്രവാതം എന്നതിന് മലയാളത്തിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഭാസം ഉള്ളപ്പോൾ സാധാരണഗതിയിൽ ഈ അന്തരീക്ഷ വായു ചൂടായിട്ട് തന്നെയാണ് നിൽക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഈ പകൽ താപനില രാവിലെയുള്ള മിനിമം ടെമ്പറേച്ചറും കുറയാതെ അല്ലെങ്കിൽ ഭൂമിയും അന്തരീക്ഷവും ഒന്ന് തണുക്കാനൊരു ഉള്ളൊരു സാഹചര്യം ഈ ആൻറ്റി സൈക്ലോണിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് താപനില ഇങ്ങനെ കൂടുതലായിട്ട് തന്നെ തുടരുന്നത്. ഒരു 20-ാം തീയതിയോടുകൂടി ആ ആൻറ്റി സൈക്ലോൺ അവിടുന്ന് ഇല്ലാതെ ആവുകയും നമുക്ക് അന്തരീക്ഷത്തിൻ്റെ ആവശ്യത്തിന് ആർദ്രതയുണ്ട്, നീരാവിയുടെ സാന്നിധ്യമുണ്ട്, നമുക്കൊരു ന്യൂനമർദ്ദ പാത്തിയുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലും മഴ പെയ്യാതിരിക്കുന്നതിനും ഈ ആൻറ്റി സൈക്ലോൺ ഒരു കാരണമാണ്. അപ്പോൾ ആ ആൻറ്റി സൈക്ലോൺ ഇല്ലാതെയാവുന്നതോടുകൂടി നമ്മൾ 20-ാം തീയതിയോടുകൂടി വീണ്ടും വേനൽ മഴ തുടങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി താപനിലയിലും ഗണ്യമായ വ്യത്യാസമുണ്ട്.